ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മളൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്പല്ലി ആണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അതിന് ഉണ്ണിമേരി എന്നാണ് പറയുക. സോ നമ്മൾ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് മീൻകറി വെക്കണേ. അപ്പോൾ ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. നോർമലി എല്ലാവരും ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ചക്കയും വേവിച്ച് മീനും കൂടെ കറി വെക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. സോ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല കളർ ഉണ്ടാവും, എരിവുണ്ടായിരിക്കും. എനിക്ക് പൊതുവേ സ്പൈസി കറികളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ മോനുള്ളത് കൊണ്ട് അവനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി, ദെൻ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. സോ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പൊടി കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. ബിക്കോസ് ഫോർ ബിഗിനേഴ്സ് ഇതൊക്കെ നമുക്ക് പറ്റാവുന്ന അബദ്ധങ്ങളാണ് ഗൈസ്, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ഈ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ മീൻകറി ആകെ കുളമായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻകറിക്ക് ആവശ്യമുള്ളത്ര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ മീൻകറിക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. സോ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഉപ്പും പുളിയുമാണ് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കുടംപുളി കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ കറി വെക്കുമ്പം പുളി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കും. പുളി കഴുകിയിട്ടാണ് എടുക്കുക, കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കും. അപ്പം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നല്ല തീയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ കറി ഇതാ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ മീനിട്ട് കൊടുക്കുക. ഉണ്ണിമേരി പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണിമേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. നല്ല സ്വാദാണത്. കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഒക്കെ നല്ല ടേസ്റ്റാണ്. സോ ഗൈസ്, ഞാൻ വെറുതെ ഉണ്ണിമേരി ഫിഷിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, എന്നാൽ കൊഴുപ്പ് കുറഞ്ഞതായിട്ടുള്ളൊരു ഫിഷാണ് നമ്മുടെ ഉണ്ണിമേരി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്, അയഡിൻ, സെലിനിയം, വൈറ്റമിൻ ഡി തുടങ്ങി ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിമേരി ഒരു സംഭവം തന്നെയാണ് ഗൈസ്. എൻ്റെ നാട്ടിലും ഏട്ടൻ്റെ നാട്ടിലും ഈ മീനിനൊക്കെ പല പേരുകളാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ പറയുന്ന പേരൊക്കെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ചിരി വരും. ഇവിടുത്തെ പേരുകളൊക്കെ അവിടെ പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കും ചിരി വരും. എന്ത് ചെയ്യാനാ ഗൈസ്. ഓക്കെ, ഇതാ അപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഓവർ കുക്ക് പാടില്ല. സാധാരണ മീൻ എടുക്കുന്ന അത്രയും ഇത് വേകണ്ട എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് പെട്ടെന്ന് വേകുന്ന മീനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ്. നമ്മൾ നല്ല തീയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ കാര്യത്തിലുള്ള തീരുമാനമായി. ഇനി വേണം നമുക്ക് ചക്കയിലേക്ക് കിടക്കാൻ. നമുക്ക് കുറേ ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ബഡ് പ്ലാവിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഈ ബഡ് പ്ലാവൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചക്കയ്ക്കൊരു കൊതി തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ചക്കയുടെ സീസൺ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, നമ്മൾ രണ്ടാളും കൂടി ചക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുന്നു. പിന്നെ അരപ്പ് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുറി തേങ്ങ തിരുമിയത്, അതിലേക്ക് കുറച്ച് കാന്താരി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ ചക്ക അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കുറഞ്ഞു പോയാൽ ചക്ക അടി പിടിക്കും, കൂടിപ്പോയാലും രസം ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. നമ്മൾ കുക്കറിലായതുകൊണ്ട് തന്നെ 2 വിസിൽ മതിയാവും.
ചക്ക ആയി വരുമ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ. സോ നമ്മുടെ മീൻ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് കുറുകി ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും, മാത്രമല്ല ചാറും വറ്റിപ്പോവും. ഇപ്പോൾ ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മീൻ ചാറ് വേണമല്ലോ. സോ ഈ സമയത്ത് ഞാൻ മീൻ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മീൻകറി കൂട്ടി ചക്ക കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതി വരുന്നുണ്ട്. മീൻ എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് മീനെന്ന് പറയുന്നത്. മീൻ എന്ത് ചെയ്താലും ഇഷ്ടമാണ്, കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻ കറി വെക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മീൻ കറി അതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ്. അമ്മ നല്ല അടിപൊളിയായിട്ട് മീൻ കറി വെക്കും. സോ ഗൈസ് നമ്മുടെ ചക്ക ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചക്കയും മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ് ഗായ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കണം. ആൻഡ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.